ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടോർ ഡ്രൈവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും, എന്തിനാണ് നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ വെച്ചിട്ട് ഒരു ഇൻഡക്ഷൻ മോട്ടറിനെ ഫീഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡൗട്ട് വരാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇതുവരെ തന്നെ സ്കെയിലാർ മെത്തേഡ്സ് ഓഫ് സ്പീഡ് കൺട്രോൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച വോൾട്ടേജ് കൺട്രോൾ, ഫ്രീക്വൻസി കൺട്രോൾ, V/F മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ. All these methods are called as scalar methods of speed control of induction motor. ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്നുകിൽ നമുക്ക് വോൾട്ടേജ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വോൾട്ടേജും ഫ്രീക്വൻസിയും സൈമിൾട്ടേനിയസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ സ്പീഡ് കൺട്രോൾ അച്ചീവ് ചെയ്തിരുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് ഈ വേരിയബിൾ വോൾട്ടേജും വേരിയബിൾ ഫ്രീക്വൻസിയും എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് സാധാരണ സിമ്പിൾ ഒരു AC സപ്ലൈ വെച്ചിട്ട് എനിക്ക് വേരിയബിൾ വോൾട്ടേജും വേരിയബിൾ ഫ്രീക്വൻസിയും കിട്ടത്തില്ല. നിങ്ങൾ തന്നെ ലബോറട്ടറിയിൽ നമുക്ക് വരുന്ന സപ്ലൈ വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജുമാണ്, അതേ കണക്ക് തന്നെ കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി സപ്ലൈയുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി സപ്ലൈ കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രാം എന്ന് പറയുന്നതാണ് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൻ്റെ ഡയഗ്രാം. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഇതൊരു 3 ഫേസ് ഇൻവെർട്ടർ ഡയഗ്രാമാണ്. ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്ന DC സപ്ലൈ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നതാണ് സ്വിച്ചസ്. ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് സ്വിച്ചസ് ആയിരിക്കും. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേറ്റഡ് സ്വിച്ചസ് അല്ല, സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് സ്വിച്ചസ്. എന്തുകൊണ്ട് സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് സ്വിച്ചസ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേറ്റഡ് സ്വിച്ചസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്കും നമ്മുടെ ഇൻവെർട്ടർ ആസ് എ ഹോൾ സർക്യൂട്ട് വിൽ ബിക്കം മോർ കോംപ്ലെക്സ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് വി വിൽ ബി ജനറലി യൂസിങ് സെൽഫ് കമ്മ്യൂട്ടേറ്റഡ് സ്വിച്ചസ് ഇൻ ദിസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ അറേഞ്ച്മെൻറ്റ്. മോസ്ഫെറ്റ്, IGBT, GTOS, ട്രാൻസിസ്റ്റേഴ്സ് എക്സെട്ര ഇതൊക്കെ ആയിരിക്കും നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഈ എയിലും ബിയിലും സിയിലും കണക്ട് ചെയ്യുന്ന 3 ഫേസ് ലോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ആ ലോഡെന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്. ഇവിടെ 6 സ്വിച്ചസ് ഉണ്ട്. സ്വിച്ചസിൻ്റെ നമ്പറിങ് നിങ്ങൾക്ക് നോക്കാം, 1, 3, 5. നിങ്ങളത് ആൾറെഡി പവർ ഇലക്ട്രോണിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 2, 4, 6. ജസ്റ്റ് ഒന്നും കൂടെ ഞാനത് നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്ത് തന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ കാണിച്ച ഈ സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇവിടെ ഈ VIN എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് ഇവിടുത്തെ EDC ആണ്. അപ്പോൾ VIN = EDC. ജനറലി നമുക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന DC സപ്ലൈ വരുന്നു എന്ന് പറയുന്നത് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നായിരിക്കും. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ EDCനെ നമുക്കിവിടെ 2 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മിഡിലിൽ കാണിച്ചിരിക്കുന്ന ന്യൂട്രൽ പോയിൻ്റ് അല്ല ശരിക്കും ഇത്. ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ്. സോ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് EDC/2, ഇവിടെയും EDC/2, അത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു 0 പൊട്ടൻഷ്യൽ പോയിൻ്റ് ആയിരിക്കും. ഈ കാണിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് 0 പൊട്ടൻഷ്യൽ പോയിൻ്റാണ്. ബിക്കോസ് ഈ പോയിന്റിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, VIN ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് EDC. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന EDCയുടെ സെയിം മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് EDC/2, ഇവിടെയും നിങ്ങൾക്ക് കിട്ടുന്നത് EDC/2, അതല്ലെങ്കിൽ 0.5 EDC, 0.5 EDC. ഇവിടെ നമ്മൾ ലോഡ് ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ കണക്റ്റഡ് ആണ്. പവർ ഇലക്ട്രോണിക്സിൽ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും ഒരു ആമിലുള്ള 2 സ്വിച്ചസ് സൈമിൾട്ടേനിയസ്ലി ടേൺ ഓൺ ചെയ്യരുത്. അങ്ങനെ ടേൺ ഓൺ ചെയ്താൽ ഈ കാണിച്ചിരിക്കുന്ന DC സോഴ്സ് ഷോർട്ടായി പോകും. അപ്പം S1 ടേൺ ഓൺ ആണെങ്കിൽ ഒരിക്കലും ആ സമയത്ത് S4 ടേൺ ഓൺ ആവത്തില്ല. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഓരോ സ്വിച്ചും S1 ആണെങ്കിലും S3 ആണെങ്കിലും S5 ആണെങ്കിലും ഈ എല്ലാ സ്വിച്ചസും T/2 ടോട്ടൽ ടൈം പീരീഡ് T ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ടോട്ടൽ ടൈം പീരീഡ് T എന്ന് പറയുന്നത് ജനറലി ഒരു ഫുൾ സൈക്കിളിൻ്റെ ടൈം പീരീഡാണ്. അതിന് നമ്മൾ 2π എന്നും ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഓരോ സ്വിച്ചും ടേൺ ഓൺ ആയിരിക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് T/2 ആണ്, അതല്ലെങ്കിൽ 2π/2 അല്ലേ. 2π/2 എന്ന് പറയുമ്പം ഓരോ സ്വിച്ചും ടേൺ ഓൺ ആയിരിക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് π ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സ്വിച്ച് S1 ടേൺ ഓൺ ആയിരിക്കുന്ന സമയത്ത്
VAO ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഈ ടെർമിനലും അതേ കണക്കിന് ഈ പോയിൻറ്റും തമ്മിലുള്ള വോൾട്ടേജ് ഡെഫിനറ്റ്ലി എത്രയായിരിക്കും? 0.5 EDC ആണല്ലോ. അതിവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സിമിലർലി ഈ കാണിച്ചിരിക്കുന്ന സ്വിച്ച് S4 ടേൺ ഓൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന VAO എന്ന് പറയുന്ന വോൾട്ടേജ് ഇതാണ് അല്ലേ? അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് -0.5 EDC. സിമിലർലി എനിക്കിപ്പോൾ VAO പ്ലോട്ട് ചെയ്ത കണക്ക് തന്നെ VBO പ്ലോട്ട് ചെയ്യാം, അതേ കണക്ക് തന്നെ VCOയും പ്ലോട്ട് ചെയ്യാം. ഇത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ VAOയും VBOയും VCOയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിതിന്ന് ഡെഫിനറ്റ്ലി ഈ കാണിച്ചിരിക്കുന്ന ലോഡിലെ ലൈൻ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ലോഡിലെ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് VAB ആണ്. A ഫേസിനും B ഫേസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര, അല്ലെങ്കിൽ ലൈൻ എക്കും ലൈൻ ബിക്കും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര, അതാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് കിട്ടാനായിട്ട് VAO മൈനസ് VBO ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ VAB കിട്ടും. ഓക്കെ, VAO ഈ കാണിച്ചിരിക്കുന്ന ഈ വോൾട്ടേജ്, ഇത് ഫേസ് വോൾട്ടേജ് അല്ല. ഓക്കെ, ഇതും ഫേസ് വോൾട്ടേജ് അല്ല. ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? VAN എന്ന് പറയുന്നതാണ് ഫേസ് വോൾട്ടേജ്. ഇവിടെ ശരിക്കും ഇത് VAN അല്ല, VAO ആണ്. ഈ കാണിച്ചിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് ആണ്, ന്യൂട്രൽ പോയിന്റ് അല്ല. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോഴും അത് ക്ലിയർ ആയിട്ട് തന്നെ വരയ്ക്കണം. ഇൻഡിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകും. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ലൈൻ വോൾട്ടേജ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഓരോ സ്വിച്ചും T/2 ഡ്യൂറേഷനിൽ അല്ലെങ്കിൽ പൈ ഡ്യൂറേഷനിൽ ടേൺ ഓൺ ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ശരിക്കും ഓരോ സ്വിച്ചസും നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ആദ്യം S1 ടേൺ ഓൺ ചെയ്യും. S1 അതാ ഇത്ര ഡ്യൂറേഷനിൽ ടേൺ ഓൺ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് S2 ടേൺ ഓൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് S3, അത് കഴിഞ്ഞിട്ട് S4. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഓരോ സ്വിച്ചും T/6 ഇൻ്റർവെല്ലിൽ അടുത്ത സ്വിച്ച് ടേൺ ഓൺ ചെയ്യുവാണ് ഇൻ സീക്വൻസ് അല്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഈ T/6 ഇൻ്റർവെല്ല് മൊത്തം ഈ ഇൻ്റർവെല്ലാണ് നമ്മൾ T എന്ന് പറയുന്നത്. അതിനെ നമ്മളിവിടെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6. ഈ മൊത്തം ഇതിനെയാണ് നമ്മൾ 2π എന്നും പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് T/6 ആയിരിക്കും. അപ്പോൾ ഈ T/6 ഡ്യൂറേഷനിൽ സ്വിച്ച് S1 ടേൺ ഓൺ ആയിരിക്കും. അടുത്ത T/6ൽ സ്വിച്ച് S2, അടുത്ത T/6ൽ സ്വിച്ച് S3 ഓൺ ആവും. അടുത്ത T/6ൽ സ്വിച്ച് S4, അടുത്ത T/6ൽ സ്വിച്ച് S5 ആൻഡ് അടുത്ത T/6ൽ സ്വിച്ച് S6ഉം ഓൺ ആവും. ഓൺസ് നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ ലൈൻ വോൾട്ടേജ് അറിയാമെങ്കിൽ അതൊന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സർക്യൂട്ട് അനാലിസിസ് വെച്ചിട്ട് അതിൻ്റെ ഫേസ് വോൾട്ടേജ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ ഫേസ് വോൾട്ടേജ് എനിക്കിവിടെ 2 ഫേസിൻ്റെ കാണിച്ചിട്ടുണ്ട്, VAN, VBN. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫേസ് വോൾട്ടേജിൽ 1 2 3 4 5 6 6 സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ 6 സ്റ്റെപ്പായിട്ട് കിട്ടുന്ന ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/3 EDC, ഈ മാക്സിമം മാഗ്നിറ്റ്യൂഡ് 2/3 EDC, വീണ്ടും 1/3 EDC, -1/3 EDC, -2/3 EDC, വീണ്ടും -1/3 EDC. നിങ്ങളിത് പവർ ഇലക്ട്രോണിക്സിൽ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങളതിൻ്റെ സിംപ്ലിഫിക്കേഷനൊക്കെ ചെയ്ത് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ആക്ച്വലി ഈ കാണിച്ചിരിക്കുന്ന ഫേസ് വോൾട്ടേജസിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ 6 സ്റ്റെപ്പായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു സ്റ്റെപ്പ് ഇത് അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ ഇവിടെ മൊത്തത്തിൽ നിങ്ങൾ ടോട്ടൽ ടൈം പീരീഡ് T അല്ലെങ്കിൽ ടോട്ടൽ ടൈം പീരീഡ് 2π നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 6 സ്റ്റെപ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇൻവെർട്ടറിനെ 6 സ്റ്റെപ്പ് ഇൻവെർട്ടർ എന്ന് വിളിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് നേരത്തെ കിട്ടിയ സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടർ, 6 സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടറിൻ്റെ ലൈൻ വോൾട്ടേജ്. നേരത്തെ കിട്ടിയ സെയിം ഡയഗ്രാം തന്നെ ഇവിടെ ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഫോറിയർ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിലേഷൻ ഇങ്ങനെയായിരിക്കും. ഫേസ് വോൾട്ടേജിൻ്റെ ഫോറിയർ അനാലിസിസ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ 2 റിലേഷൻസിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. യു വിൽ ബി ഏബിൾ ടു ചേഞ്ച് ദ ലൈൻ വോൾട്ടേജ് ഓർ ദ ഫേസ് വോൾട്ടേജ് ബൈ വേരിയിങ് ദ വാല്യൂ ഓഫ് VD. VD എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന Vin. Vin = EDC/2 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, Vin = EDC എന്ന് പറഞ്ഞില്ലേ, ആ EDCനെയാണ് നമ്മളിവിടെ VD എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ Vin = EDC = VD.
അപ്പോൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ആ ഡി സി വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് യു വിൽ ബി ഏബിൾ ടു ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എ ബി ആൻഡ് വി എ എൻ. ഇവിടെ നിങ്ങൾക്ക് ഈ ഡി സി എന്നുള്ള കിട്ടിയില്ലേ, ഈ സെയിം ഡയഗ്രമാണ് ഞാൻ ഇവിടെയും വരച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ അതിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് വി ഡി എന്ന് പറഞ്ഞിട്ടാണ്, ഇ ഡി സി എന്നല്ല. വി ഡി സെയിം ആസ് ദാറ്റ് ഓഫ് ഇ ഡി സി. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇവിടെ ഈ ഫോറിയർ അനാലിസിസിൻ്റെ റിലേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഈ വേവ് ഫോം എന്താണെന്നുള്ളത് വി വിൽ കം ബാക്ക്. നിങ്ങൾ എന്തായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. സോ ഞാനിവിടെ പറഞ്ഞ കണക്ക് എനിക്കിവിടെ വേരിയബിൾ വാല്യൂ കിട്ടണമെങ്കിൽ എനിക്ക് ഈ വി ഡിയുടെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ കിട്ടുന്ന ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേരിയബിളായിട്ട് കിട്ടത്തുള്ളൂ. സോ അതെനിക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നെക്സ്റ്റ് പറയുന്നത്. നമ്മുടെ ഇൻപുട്ട് സപ്ലൈ ഡി സി ആണെങ്കിൽ ആ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വി ഡിയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഫിക്സഡ് ഡി സിനെ വേരിയബിൾ ഡി സി ആക്കാനായിട്ട് എനിക്ക് ചോപ്പർ യൂസ് ചെയ്യാം. സിമിലർലി എനിക്ക് കിട്ടുന്ന സപ്ലൈ എ സി ആണെങ്കിൽ എനിക്ക് ഈ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിൽ വേരിയബിൾ ഡി സി എനിക്ക് കിട്ടണമെങ്കിൽ ഞാനൊരു അൺകൺട്രോൾ റെക്ടിഫയർ അല്ല യൂസ് ചെയ്യേണ്ടത്, കൺട്രോൾ റെക്ടിഫയർ. കാര്യം കൺട്രോൾ റെക്ടിഫയർ യൂസ് ചെയ്താൽ മാത്രമേ ഫയറിംഗ് ആംഗിൾ വേരി ചെയ്തിട്ട് ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദ വേരിയബിൾ ഡി സി അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട്. ആ വേരിയബിൾ ഡി സി ആയിരിക്കും ഞാൻ എൻ്റെ ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ടിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ വി എസ് ഐ ഫെഡ് ഡ്രൈവ്സിൻ്റെ കുറച്ച് കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതിൽ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ലോ ഫ്രീക്വൻസി ഹാർമോണിക് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കാരണം, അതായത് 5th 7th 13th ഹാർമോണിക്സ് ഒക്കെ ഉള്ളത് കാരണം അത് അവരുടെ പൾസേറ്റിംഗ് ടോർക്ക് ഡെവലപ്പ് ചെയ്യും. കാര്യം 5th ഹാർമോണിക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും 7th ഹാർമോണിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരുന്നത്. സോ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോഗിങ് ആൻഡ് ക്രോളിങ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങളവിടെ നോക്കുമ്പോൾ അത് കാരണം, അതായത് ഈ ലോ ഓർഡർ ഹാർമോണിക്സിൻ്റെ എഫക്റ്റ് കാരണം അവിടെ പൾസേറ്റിംഗ് ടോർക്ക് ഉണ്ടാവും. അതേ കണക്ക് തന്നെ മോട്ടറിലെ ലോസസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അതും മറ്റൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഈ പ്രോബ്ലംസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത് ശരിക്കും 6 സ്റ്റെപ്ഡ് ഇൻവെർട്ടർ ഫെഡ് ഇൻഡക്ഷൻ മോട്ടറിലാണ്. അപ്പോഴത്തേക്ക് ഈ ഇൻവെർട്ടറിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ എനിക്ക് ഈ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ മോഡിഫിക്കേഷനാണ് നമ്മളിതിനെ 6 സ്റ്റെപ്ഡ് ഇൻവെർട്ടറിൽ നിന്ന് PWM ഇൻവെർട്ടറിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാനിവിടെ 6 സ്റ്റെപ്ഡ് ഇൻവെർട്ടറിന് പകരം, അതായത് നമ്മൾ ആൾറെഡി പറഞ്ഞ 6 സ്റ്റെപ്ഡ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിന് പകരം ഞാൻ PWM ഇൻവെർട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഈ ഹാർമോണിക്സിൻ്റെ എഫക്റ്റൊക്കെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രോബ്ലംസും അതേ കണക്ക് സൈമിൾട്ടേനിയസ്ലി കുറയ്ക്കാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്നത് ആക്ച്വലി ഒരു PWM ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമാണ്. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടോ, അതൊരു സൈനസോയിഡൽ വേവ് ഫോം ട്രേസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ ഈ കിട്ടുന്ന ഈ PWM ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടാൻ കാര്യം, അല്ലെങ്കിൽ PWM ഇൻവെർട്ടർ എന്താണെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പവർ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ട്. ബേസിക്കലി സർക്യൂട്ട് റിമെയിൻസ് ദ സെയിം, ഈ സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ നമ്മളിതിൽ കൊടുക്കുന്ന സ്വിച്ചിങ് എന്ന് പറയുന്നത് ഒരു കെരിയർ സിഗ്നലും അതേ കണക്ക് തന്നെ റെഫറൻസ് സിഗ്നലായിട്ട് നമ്മൾ എടുക്കുന്നു എന്ന് പറയുന്നത് ഒരു സൈനസോയിഡൽ റെഫറൻസ് സിഗ്നലായിരിക്കും. അപ്പോൾ ഈ കെരിയർ സിഗ്നലും റെഫറൻസ് സിഗ്നലും കൂടെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് അവിടെ കിട്ടുന്ന ഔട്ട്പുട്ടായിരിക്കും ഞാൻ പൾസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ പൾസസ് ആയിരിക്കും ഈ സ്വിച്ചസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സൈമിൾട്ടേനിയസ്ലി എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഫേസ് വോൾട്ടേജസ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഫേസ് വോൾട്ടേജ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഒരു PWM ഇൻവെർട്ടർ ഞാൻ യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഫേസ് വോൾട്ടേജ് ആണെങ്കിലും ലൈൻ വോൾട്ടേജ് ആണെങ്കിലും ഇറ്റ് ട്രേസസ് സൈനസോയിഡൽ വേവ്. എന്ന് പറഞ്ഞാൽ ഹാർമോണിക് കണ്ടൻറ്റ് എനിക്ക് കമ്പാരിറ്റീവ്ലി 6 സ്റ്റെപ്ഡ് ഇൻവെർട്ടറിനെ വെച്ച് നോക്കുമ്പം വളരെ കുറയ്ക്കാൻ പറ്റും. സിമിലർലി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് ആക്ച്വലി ദ റിലേഷൻ ഓഫ് SPWM ഔട്ട്പുട്ട് ഫേസ് വോൾട്ടേജ്. നമ്മൾ 6 സ്റ്റെപ്ഡ് ഇൻവെർട്ടറിൻ്റെ കേസിൽ എനിക്ക് റിലേഷൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫണ്ടമെൻ്റൽ വോൾട്ടേജിൻ്റെ റിലേഷൻ.
ആ റിലേഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള എ സി വോൾട്ടേജിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വി ഡിസ് വാല്യൂ ദറ്റ് പെർട്ടിക്കുലർ ഡി സി ഇൻപുട്ട് മാഗ്നിറ്റ്യൂഡ് ഹാസ് ടു ബി വേരിഡ്. ഇവിടെ പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് ഫേസ് വോൾട്ടേജിൻ്റെ റിലേഷൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നിങ്ങൾ ഈ എം എന്ന് പറയുന്ന ഈ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ വരുന്ന ഫേസ് വോൾട്ടേജിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കോളും. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടറിൽ നമ്മൾ ഇതേ കണക്ക് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്സ് യൂസ് ചെയ്തത് കണക്ക്, അതായത് സ്റ്റെപ്ഡ് വേവ് ഇൻവെർട്ടറിൽ എനിക്ക് വേരിയബിൾ ഡി സി കിട്ടാനായിട്ട് നമ്മളിവിടെ ഇതേ കണക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തില്ലേ. നമ്മൾ SPWM ഇൻവെർട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഇൻപുട്ട് ഡി സി ഫിക്സഡ് ആയിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ എനിക്ക് എങ്ങനെ വേരിയബിൾ ഡി സി അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ വേരിയബിൾ ഔട്ട്പുട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ യു ഹാവ് ടു ജസ്റ്റ് ചേഞ്ച് ദ മോഡുലേഷൻ ഇൻഡെക്സ്. ഈ എമ്മിൻ്റെ വാല്യൂ മാത്രം നിങ്ങളിവിടെ ചേഞ്ച് ചെയ്താൽ മതി.